നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. യാക്കോബിൻ്റെ സഹായമായി തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം തുറന്നാൽ സങ്കീർത്തനങ്ങൾ 146 നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഒരു രാജാവ് എഴുതുന്ന പാട്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രാജാവ് അധികാരിയാണ്. രാജാവ് ജനത്തെ ഭരിക്കുന്നവനാണ്. തൻ്റെ കീഴിൽ പ്രജകളുണ്ട്. താൻ ഒരു രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നവനാണ്. ദാവീദ് രാജാവ് മറ്റുള്ള രാജാക്കന്മാരിൽ നിന്നും വ്യത്യസ്തനാണ്. അന്നത്തെ കാലത്ത് രാജാവിനെ ദൈവമായി കണ്ടാരാധിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഇതാ ഈ രാജാവ് തൻ്റെ അണികളോട്, രാജ്യത്തോട് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. ഞാനൊരു രാജാവാണ്, ഞാൻ അധികാരിയാണ് എന്ന് വെച്ച് നിങ്ങൾ എന്നെ ആശ്രയിക്കരുത്, നിങ്ങൾ എന്നെ ആരാധിക്കരുത്. ഞാൻ കേവലം ഒരു മനുഷ്യൻ മാത്രമാണ്. ഞാൻ പ്രഭുവാണെങ്കിലും ഞാൻ മനുഷ്യനാണ്. എനിക്ക് നിങ്ങളെ സഹായിപ്പാൻ കഴിയുകയില്ല. ദാവീദ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞത്? അവന് തന്നെക്കുറിച്ച് തന്നെ നല്ല ബോധ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കും ഇന്ന് പകൽ ആ ബോധ്യം ഉണ്ടാകണം. ഒരു രാജാവിന് അതുണ്ടായെങ്കിൽ നമുക്ക് എത്രയധികം ഉണ്ടാകണം. എന്താണെന്നോ പ്രഭു പറയുന്നത്, എന്നെ നിങ്ങൾ ആശ്രയിക്കരുത്, കാരണം അവൻ്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. ദാവീദ് രാജാവ് പറഞ്ഞൊരു സത്യമുണ്ട്, ഞാൻ രാജാവാണെങ്കിലും എൻ്റെ ശ്വാസം എന്നിൽ നിന്ന് പോകാനൊരു സെക്കൻഡ് മതി. അടുത്ത നിമിഷം എൻ്റെ ശ്വാസം എന്നെ വിട്ടുപോയാൽ നിങ്ങൾ എന്നോട് ചോദിക്കുമോ? എൻ്റെ അനുവാദം പോലും ചോദിക്കില്ല. കാരണം ശ്വാസം പോയില്ലേ, എന്നെ നിങ്ങൾ മണ്ണിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. മണ്ണിൽ നിന്നെടുത്തവൻ മണ്ണിലേക്ക് ചേരും. അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കും. അവൻ എത്ര കഴിവുള്ളവനാണെങ്കിലും, എത്ര ജ്ഞാനിയാണെങ്കിലും, എത്ര പ്രാപ്തനാണെങ്കിലും, എത്ര പ്ലാനുകളുള്ളവനാണെങ്കിലും, ശ്വാസം പോയി കഴിഞ്ഞാൽ അന്ന് തന്നെ ആ നിരൂപണങ്ങൾ നശിക്കും. ദാവീദ് പറയുന്നു, നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെയാണ് കാണുന്നത്? കഴിവുള്ള, പ്രാപ്തിയുള്ള, ഗുണമുള്ള, ജ്ഞാനമുള്ള പലരെയും നിങ്ങൾ ഈ ഭൂമിയിൽ കണ്ടേക്കാം. എങ്കിലും തിരുവചനം പറയുന്നു, നിങ്ങൾ അവരിൽ ആരിലും ആശ്രയിക്കരുത്. അവരെ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം, കരുതണം. അതൊക്കെ നമ്മുടെ കടമയാണ്. എന്നാൽ അവരെ ആശ്രയിക്കരുത്. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനെ ആശ്രയിക്കരുത് എന്ന് രാജാവ് ജനത്തോട് വിളിച്ചു പറയുമ്പോൾ അത് കേൾക്കുന്നവർക്ക് അതൊരു ഭാരമാണ്. അപ്പം ഞങ്ങൾ ആരിൽ ആശ്രയിക്കും? രാജാവിങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? പ്രിയപ്പെട്ടവരെ, ദാവീദ് അതുകൊണ്ട് നിർത്തുന്നില്ല. അവൻ വീണ്ടും ഉറക്കെ വിളിച്ചു പറയുകയാണ്, യാക്കോബിൻ്റെ സഹായമായ ഒരു ദൈവം. യാക്കോബ് എന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ കാലഘട്ടത്തിന് വളരെ പുറകിലാണ്. അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം, യാക്കോബിൻ്റെ സഹായമായ ദൈവം, യഹോവയായ ദൈവം, അവനിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. അതെന്തുകൊണ്ടാണ് രാജാവേ അങ്ങ് അങ്ങനെ പറയുന്നത്? അതെ,
അവൻ യാക്കോബിൻ്റെ സഹായമാണ്. എന്നാൽ ഇന്ന് പകൽ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, ദാവീദ് രാജാവ് പറയുന്നു, അവൻ എൻ്റെ സഹായമാണ്. എന്നാൽ ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന നമ്മോട് രാജാവ് അന്നേ പറഞ്ഞു വച്ചു, അവൻ നിങ്ങളുടെ സഹായമാണ്. കാരണം അവൻ തലമുറയായി നമ്മുടെ ദൈവമാണ്. ഞാൻ 40 വർഷം ഇസ്രായേൽ ഭരിച്ചു, ഞാൻ മരിച്ചു, മൺമറഞ്ഞു പോയി. എന്നാൽ അവൻ എന്നേക്കും വാഴുന്ന രാജാതിരാജാവാണ്. അവൻ തലമുറയായി നമ്മുടെ ദൈവമാണ്. യാക്കോബിൻ്റെ സഹായമായവൻ, ദൈവമായ യഹോവ. നിങ്ങൾ അവനിൽ പ്രത്യാശ വയ്ക്കണം. അവൻ പീഡിതന് ന്യായം പാലിച്ചു കൊടുക്കുന്ന ദൈവം, വിശപ്പുള്ളവന് ആഹാരം കൊടുക്കുന്ന ദൈവം, ബദ്ധന്മാരെ അഴിച്ചുവിടുന്ന ദൈവം, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്ന ദൈവം, അനാഥരെയും വിധവമാരെയും സംരക്ഷണം ചെയ്യുന്ന ദൈവം. അവൻ പരദേശിയെ പരിപാലിക്കുന്നു, നീതിമാന്മാരെ സ്നേഹിക്കുന്നു, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. അവനൊപ്പം പറയാൻ ആരുണ്ടിവിടെ? നിങ്ങൾ നിരാശപ്പെടണ്ട. നിങ്ങളെ സഹായിക്കുന്നൊരു ദൈവമുണ്ട്, നിങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾ ധൈര്യമായിരിക്കുക. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിക്കുക. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അടുത്ത നിമിഷം നിൻ്റെ ജീവിതത്തിലൊരു വിടുതലുണ്ട്. നിൻ്റെ കാത്തിരിപ്പിന് ഒരു മറുപടിയുണ്ട്. നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. യാക്കോബിൻ്റെ സഹായമായവൻ ഇന്ന് പകൽ നിന്നെ സഹായിപ്പാൻ ഇറങ്ങി വരും. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.